ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി മഷ്റൂം റെസിപ്പിയാണ് കേട്ടോ. മഷ്റൂം മസാലയാണ്, സ്പൈസി ആയിട്ടുള്ള മഷ്റൂം മസാലയാണ്. അപ്പോൾ സ്പൈസി ആയിട്ട് ഉണ്ടാക്കണമെന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ചോയ്സാണ്. പക്ഷേ സ്പൈസി ആയിട്ട് ഉണ്ടാക്കുമ്പോഴാണ് ഇത് ടേസ്റ്റ്. ചപ്പാത്തിക്കും റൊട്ടിക്കും പൂരിക്കൊപ്പം ഒക്കെ കഴിക്കാൻ ബെസ്റ്റ് കോമ്പിനേഷനാണ്. വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടിഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും കൂടി തന്നേക്കണേ. അപ്പം നമുക്ക് എന്തായാലും ഈ മഷ്റൂം മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പെട്ടെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ മഷ്റൂം വൃത്തിയാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ പറ്റുകയാണെങ്കിൽ ലിങ്ക് കൊടുക്കുക എന്നുള്ളത് ഇപ്പം കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇതേ നമ്മുടെ മഷ്റൂം, എനിക്ക് ഇങ്ങനത്തെ ബട്ടൺ മഷ്റൂമാണ് കേട്ടോ ഇവിടെ കിട്ടുന്നത്. അതിൻ്റെ അടിവശം ഇങ്ങനെ ഇരിക്കും. അതിൻ്റെ സ്റ്റെമ്മ് ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കുമ്പം പൊട്ടിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വാങ്ങിച്ച് വെച്ച് 2 ദിവസം ആയതുകൊണ്ട് തന്നെ കളർ ഒരല്പം മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ കേടുവരുമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇതേ ഇങ്ങനെ ഈ ഒരു നൈസായിട്ട് ഇതുപോലെയാണ് കേട്ടോ ഞാനിത് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതിൻ്റെ സ്റ്റെമ്മ് ഞാൻ കളയാറില്ല. സ്റ്റെമ്മ് ഞാൻ മുറിച്ചെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതും ഒട്ടും വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം ഇതുപോലെ നൈസായിട്ട് നമ്മുടെ മഷ്റൂം എല്ലാം വൃത്തിയാക്കി എടുക്കുക. അപ്പം നമ്മൾ ആദ്യം തന്നെ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റെമ്മ് ഞാൻ കളഞ്ഞിട്ടില്ല. അപ്പം മഷ്റൂം നമ്മൾ ആദ്യം തന്നെ കുറച്ച് നേരം സോഡ പൗഡർ ഇട്ടിട്ട് വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ ബെസ്റ്റാണ്. കാരണം ചെളി താഴെ മണ്ണിലൊക്കെ വളരുന്നതല്ലേ. അപ്പം അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ നമ്മൾ സോഡാപ്പൊടി ഇട്ട് വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് സംഭവങ്ങൾ ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട്. ഇത് 2 ടേബിൾ സ്പൂൺ നിലക്കടലയാണ് കേട്ടോ ഞാനിത് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇത് നമുക്ക് തൊലി കളഞ്ഞെടുക്കാനുള്ളതാണ്. ഇതും 1-2 ഐറ്റംസും കൂടി ചേർത്ത് നമുക്ക് പൊടിച്ചെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നിലക്കടലയൊക്കെ ഞാനിത് റോസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അത് തണുക്കുമ്പോൾ അതിൻ്റെ തൊലി കളഞ്ഞെടുക്കണേ. ഇനി അതേ പാനിലോട്ട് തന്നെ ഇതേ ഒരു 2 ടേബിൾ സ്പൂൺ തന്നെ നമ്മുടെ കൊപ്രയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി കൊപ്ര ഇല്ലാത്ത സമയത്താണെങ്കിൽ ഞാൻ ഇതേപോലെ തേങ്ങാക്കൊത്ത് തന്നെയാണ് ഇട്ടിട്ട് എടുക്കാറ്. അപ്പോൾ ഇപ്പം എൻ്റെ അടുത്ത് കൊപ്രയുണ്ട്. അപ്പോൾ ആ കൊപ്രയും ഞാൻ അതുപോലെ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ചൂടായി കിടക്കുന്ന പാൻ ആയതുകൊണ്ട് തന്നെ തീ നന്നായി കുറച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ചൂടായി കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എല്ലാം പൊട്ടിത്തെറിച്ച് പോകും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി പെട്ടെന്ന് നമ്മുടെ എള്ളല്ലേ വേഗത്തിൽ ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ അതായി കിട്ടും കേട്ടോ. അപ്പോൾ അതൊന്ന് ഞാനിത് പാത്രത്തിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് തണുക്കുമ്പോൾ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. നല്ല തരിതരിപ്പായിട്ടാണ് കേട്ടോ പൊടിച്ച് കിട്ടുക. കാരണം ഫൈനാക്കി എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് എണ്ണ തെളിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആ സ്റ്റൗ ഓഫ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ ചായക്കുള്ള വെള്ളം വെച്ചതാണ് കേട്ടോ. ഓഫ് ചെയ്ത് വീണ്ടും വെക്കണ്ടല്ലോ. അപ്പോൾ രാവിലെ നേരത്തെ ഇനിയിപ്പം മോന് പോകാനൊക്കെ ആയിട്ടുണ്ട്. 6:45 അവന് പോകണം. അപ്പം വറുത്ത് വെച്ചതൊക്കെ ജാറിലിട്ട് ഞാനൊന്ന് പൊടിച്ചവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന ഗ്രേവിക്കുള്ള ഐറ്റംസാണ്. 3 വലിയ സവാള വേണം. പക്ഷേ വലിയതില്ലാത്ത കാരണം ഞാൻ 4 മീഡിയം സൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സവാളയൊക്കെ നമുക്ക് എത്രത്തോളം ഫൈനായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റുമോ അത്രയും ഫൈനായിട്ട് അരിഞ്ഞെടുക്കണം. അങ്ങനെയാകുമ്പോഴാണ് ഗ്രേവി നല്ല കൊഴുപ്പായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാനത് ചോപ്പറിലാണ് കേട്ടോ നന്നായി ചോപ്പ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഞാൻ ആ സംഭവങ്ങളൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട്. 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പച്ചമുളക്, 2-3 അല്ലി വെളുത്തുള്ളി, അത്രയും പാകത്തിന് ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് എണ്ണ ചൂടായി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അരിഞ്ഞു വെച്ച സവാള നമുക്ക് നന്നായി വഴറ്റി കൊടുക്കണം. വഴറ്റി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഗോൾഡൻ കളറായി കിട്ടണം. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ കൂട്ടത്തിൽ വേണ്ടുന്ന ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഗോൾഡൻ കളറാവുന്നത് വരെ വഴറ്റിയെടുക്കുക. ആ ഗോൾഡൻ കളറാവുമ്പോഴാണ് ആ ഗ്രേവിക്ക് എപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ എൻ്റെ എല്ലാ റെസിപ്പീസിലും പറയാറുണ്ട്, ഉള്ളി ഇങ്ങനെ വഴറ്റുന്ന സമയത്ത് ഗോൾഡൻ കളറാവുന്നത് വരെ വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് നിറം മാറി കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ച നമ്മുടെ പച്ചമുളകും ആ ഇഞ്ചിയും വെളുത്തുള്ളിയും, ഞാൻ പറഞ്ഞു 3 വലിയ അല്ലി വെളുത്തുള്ളി, അതിന് പാകത്തിനുള്ള ഇഞ്ചിയും, ഒരു പച്ചമുളക് നല്ല എരിവുണ്ട്. ഇവിടെ മോൾക്ക് എരിവ് അത്ര ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടേ ചെയ്യുള്ളൂ. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. അതും കൂടി ചേർത്ത് നമ്മുടെ ഉള്ളി നല്ല ബ്രൗൺ നിറാകുമ്പോഴേക്കും നമ്മുടെ ഇഞ്ചി പച്ചമുളകൊക്കെ നന്നായി മൂത്ത് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു കളറാകുമ്പോഴാണ് ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് വരിക കേട്ടോ. അപ്പോൾ ഇനി ഇതിനകത്തോട്ടേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പൊടികളാണ്. അപ്പോൾ നമ്മുടെ നോർമൽ മസാലപ്പൊടികൾ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്ന 1 ടീസ്പൂൺ മാത്രം മല്ലിപ്പൊടിയാണ്. കൂടി പോകണ്ട കേട്ടോ, അത്രയും ധാരാളം. 1/4 ടീസ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല, കൂടരുത്. പിന്നെ ഇത് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. ഞാൻ പറഞ്ഞു ഇവിടെ എരിവ് മോൾക്ക് അത്ര പറ്റില്ല, അതുകൊണ്ട്. അപ്പോൾ എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് 1/2 ടീസ്പൂൺ ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കും.
പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, വീട്ടിൽ പൊടിച്ച നല്ല അടിപൊളി ഗരം മസാലയാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഗരം മസാല 1 മാസത്തേക്കൊക്കെ മാത്രം പൊടിച്ച് വെക്കുക കേട്ടോ, കാരണം ഒരുപാട് നാളത്തേക്കാകുമ്പോൾ അതിൻ്റെ ഫ്ലേവർ നഷ്ടപ്പെടും. ഗരം മസാലയുടെ റെസിപ്പി ഞാൻ മുമ്പേ ഇട്ടിട്ടുണ്ട് കേട്ടോ, വേണമെങ്കിൽ ഞാൻ വീണ്ടും ഒന്നുകൂടി ഇടുന്നതാണ്, കുറേ മുമ്പ് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പൊടികളൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. പൊടികളൊക്കെ അത്യാവശ്യം ഞാൻ ചൂടാക്കി വെച്ചത് തന്നെയാണ്. അതിൽ മുളക് പൊടി മാത്രമേ ഇപ്പം പുതിയത് വാങ്ങിച്ചിട്ടുള്ളൂ, ബാക്കിയൊക്കെ ചൂടാക്കി എടുത്തത്. അപ്പം പൊടികളൊക്കെ നന്നായി ചൂടായി കഴിയുമ്പോൾ നമ്മുടെ തക്കാളിയും ഇതേ ഞാൻ ചോപ്പറിൽ തന്നെയാണ് നല്ല ഫൈനായിട്ട് തന്നെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊക്കെ നന്നായി ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കുമ്പോഴാണ് ഗ്രേവിക്ക് നല്ല കൊഴുപ്പ് കിട്ടുക കേട്ടോ. നന്നായി ഉടഞ്ഞ് ഗ്രേവി നല്ല കൊഴുത്ത് കിട്ടണമെങ്കിൽ ഇങ്ങനെ തന്നെ അരിഞ്ഞെടുക്കുക. ചോപ്പറിലായാലും കത്തി വെച്ചിട്ടായാലും നമ്മൾ ഫൈനായിട്ട് തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രമിക്കുക. ഇനി ആ തക്കാളി 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കുമ്പോഴേക്കും നല്ല ഉടഞ്ഞ് കിട്ടിക്കോളും. അപ്പം നമ്മുടെ തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നമുക്ക് ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ആദ്യം തന്നെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഐറ്റം, അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ തക്കാളി വഴന്ന് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച നമ്മുടെ നിലക്കടല, കൊപ്ര, എള്ള്, വെളുത്ത എള്ള്, ഇത് 3ഉം കൂടി ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ. ഒരു തരിതരിപ്പൊക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞു ഫൈനായിട്ട് പൊടിയാൻ പറ്റില്ല, കാരണം അതിനകത്ത് നിന്നൊക്കെ എണ്ണ വരുന്നതുകൊണ്ട് ഇത്രേ പൊടിയുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയും മതിയാവും. അതും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മളിത് അരിഞ്ഞ് വെച്ച നമ്മുടെ മഷ്റൂം ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, നേരത്തെ നമ്മൾ ഉള്ളിക്ക് മാത്രമുള്ള ഉപ്പാണ് ഇട്ട് കൊടുത്തത്, ഇനിയിപ്പോൾ ബാക്കിയുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനകത്തോട്ടേക്ക് നമ്മുടെ മഷ്റൂമിന്ന് ഒരല്പം വെള്ളം വരും. അപ്പോൾ ഇത് ഡ്രൈ ആയിട്ട് ഇരിക്കുന്നത് കണ്ടോ, അതേ കാണുമ്പോൾ തന്നെ നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ഇപ്പം തന്നെ നല്ലൊരു നോൺ വെജ് റെസിപ്പി പോലെ ഇരിക്കും കേട്ടോ കാണുമ്പോൾ തന്നെ. അപ്പോൾ നമ്മുടെ ആ മഷ്റൂം ഒന്ന് വേവണം. പിന്നെ കുറച്ച് ചപ്പാത്തി ആയതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് ഗ്രേവി വേണം കേട്ടോ. അങ്ങനെ ഡ്രൈ ആയിരിക്കുന്ന ഇവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു 3/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വെള്ളം ഒഴിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഗ്രേവി വേണം എന്നുള്ളതിനനുസരിച്ച് കേട്ടോ. 1/2 ഗ്ലാസ് മുതൽ 3/4 ഗ്ലാസ് വരെ ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പം 3/4 ഗ്ലാസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് കുറവെന്ന് തോന്നി, ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഗ്രേവി നിങ്ങൾക്ക് അനുസരിച്ച് ഉണ്ടാക്കുക. ചപ്പാത്തിക്കൊക്കെ ആകുമ്പോൾ ഇവിടെ കുറച്ച് ഗ്രേവി ആയിട്ട് ഇങ്ങനെ ഒരു പറ്റുപറ്റായിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. ഇനി അതെല്ലാം മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് കൊടുത്താൽ മതി. മഷ്റൂമിന് നേർമയായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത്, പിന്നെ അത്ര വലിയ വേവൊന്നുമില്ല. 5 മിനിറ്റ് ധാരാളം കേട്ടോ. അപ്പോൾ സിമ്മിൽ അവിടെ ഇട്ട് കൊടുത്ത് 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മഷ്റൂമൊക്കെ നന്നായി വെന്ത്, ഇപ്പോൾ മഷ്റൂം ശരിക്കും ഇങ്ങനെ കാണില്ല, നമ്മളെടുത്ത് നോക്കുമ്പോഴേ കാണുള്ളൂ കേട്ടോ. അപ്പോൾ മഷ്റൂം ഇപ്പോൾ ശരിക്കും തെളിഞ്ഞ് കാണാത്ത പോലെ ആയിട്ടില്ലേ, ഉടഞ്ഞിട്ടൊന്നുമില്ല, അത് നമുക്കിങ്ങനെ കാണുമ്പോൾ മനസ്സിലാവുന്നതാണ്. അപ്പോൾ മഷ്റൂമൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായി കുറുകിയിട്ടുണ്ട്. ഈ ഒരു പാകം മതി എനിക്ക്. ഇനിയിപ്പോൾ ആവശ്യത്തിന് മല്ലിയില ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി എന്ന് പറയുന്നത്. മല്ലിയിലയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഗ്രേവി എങ്ങനെ വേണമെന്നുള്ളതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നന്നായി ആറി കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഒന്ന് തിക്കായി വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു ഈ ഒരു പാകത്തിനാണ്, അതുകൊണ്ടാണ് 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തത് കേട്ടോ. 1/2 ഗ്ലാസ് ആണെങ്കിൽ ഇങ്ങനെ ലൂസായി കിട്ടില്ല, കുറച്ചും കൂടി കട്ടിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആൾക്ക് കൊടുത്തു വിടാനുള്ള ചപ്പാത്തിയൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ചപ്പാത്തിക്കൊപ്പമാണ് എനിക്കിത് ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് നമ്മുടെ മഷ്റൂം മസാല തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ചപ്പാത്തിയൊക്കെ ചുട്ടെടുത്ത് നമ്മുടെ മഷ്റൂം മസാലയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഹസ്ബൻഡിനൊക്കെ കൊടുത്തു വിടാനായിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലോ, അടിപൊളിയായിട്ട് ചപ്പാത്തിക്കൊപ്പം നോൺ വെജ് പോലെ തന്നെ ഇല്ലേ. അപ്പം വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മഷ്റൂം ഒന്ന് അരിഞ്ഞെടുക്കുക എന്നുള്ളത് കുറച്ച് സമയം എടുക്കുള്ളൂ, ബാക്കിയൊക്കെ പെട്ടെന്ന് തന്നെ ആയിക്കോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.